ഹലോ. ഞാനിന്ന് വീട്ടിലെത്തി. അവിടെ എന്തായി കാര്യങ്ങൾ? ഒരു മരണ വീട്, അതിനപ്പുറം ഒരു വാക്കുമില്ല ഇപ്പം നെല്ലിശ്ശേരിക്ക്. നന്ദന്റെ ഈ നന്ദിയില്ലാത്ത മാറ്റം കണ്ട് അർച്ചനയ്ക്കിപ്പോൾ തോന്നുന്നുണ്ടാവും അവനെ അന്ന് ഇത്രയും കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തണ്ടായിരുന്നു എന്ന്. അത്രയും വലിയ കടപ്പാടുള്ള അർച്ചനയോട് ശത്രുതയുണ്ടാക്കാൻ ചില്ലറ പാടൊന്നുമല്ല ഞാൻ കഷ്ടപ്പെട്ടത്. നീ അവനെ ഇപ്പോഴും പൂട്ടിയിട്ടിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. അർച്ചന അവളുടെ തന്നെ നാശമാ നന്ദനെ രക്ഷപ്പെടുത്തിയതിൽ കൂടി നേടിയെടുത്തത്. നന്ദന് അർച്ചനയോടുള്ള അതേ കടപ്പാട് ഇപ്പൊ ധനുഷിന് അവന്തികയോടുമുണ്ട്. അത്രയ്ക്ക് വലിയ കാര്യമാ താൻ എനിക്ക് വേണ്ടി ചെയ്തത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നീ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പും കൂടെ ഉള്ളതുകൊണ്ടാ. എന്താ അങ്ങനല്ലേ? അതെ, ഞാനൊരു മുസ്ലിം ആണെന്നും ഞാൻ കാരണം ഒരു പെൺകുട്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞ ഈശ്വരാ, ഓ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. എന്നാലും എത്ര ശത്രുക്കളായിരുന്നാലും ഇങ്ങനെയൊക്കെ എന്നെക്കുറിച്ച് പറയാൻ എങ്ങനെ മനസ്സ് വന്നു എന്നാ ഞാൻ ആലോചിക്കുന്നത്. നന്ദന് അർച്ചനോടുള്ള കടപ്പാടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം, ഇനി നീയും നാളെ നന്ദനെ പോലെ എല്ലാം മറന്ന് എന്റെ ശത്രു ആവോ? ഒരിക്കലുമില്ല. കടപ്പാടിനപ്പുറം നിന്നോടുള്ള ഇഷ്ടം കൂടിയെന്ന് വേണം പറയാൻ. ആപത്തിൽ സഹായിച്ച നിന്നെ ഒരു കാലത്തും ഞാൻ വിടുകയില്ല. ഉറപ്പ്. ഇങ്ങനെയൊക്കെയല്ലേ ഒരാൾക്ക് മറ്റൊരാളുടെ ഇഷ്ടം പ്രകടമാവുന്നത്? എന്നോടൊപ്പം ഉള്ള കാലം അത്രയും ഞാൻ നിന്നെ ഒരാപത്തും വരാതെ കാക്കും. പിന്നെ എന്റെ കാര്യങ്ങൾക്കെല്ലാം കൂടെ നിൽക്കുന്നതിന്റെ നന്ദിയാണെന്ന് കരുതിയാ മതി. ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് നിന്നോട് വിയോജിപ്പുള്ളൂ. എന്നെ സഹായിക്കാൻ വേണ്ടി നീ സ്നേഹ വിവാഹം കഴിക്കുന്ന കാര്യം. ഇനി ആ ആലോചന വേണോ ധനുഷ്? നമുക്ക് മറ്റെന്തെല്ലാം വഴികളുണ്ട്? ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ, സ്നേഹ എന്ന് പറയുന്നവളോടുള്ള എനിക്കുള്ള തീവ്രമായ ഇഷ്ടം കൊണ്ടൊന്നും അല്ല ഞാനിതിനു വേണ്ടി ഇറങ്ങിയത്. അതിന്റെ പിന്നിൽ വലിയൊരു ലക്ഷ്യം എനിക്കുണ്ട്. ആ ലക്ഷ്യം അവസാനം വന്ന് എത്തി നിൽക്കുന്നത് നിന്റെ ലക്ഷ്യത്തിൽ തന്നെയാ. അതുകൊണ്ട് നീ അതൊക്കെ മറക്ക്. എന്നിട്ട് ഞാൻ തിരികെ നെല്ലിശ്ശേരിയിലേക്ക് വരുന്നതിനെക്കുറിച്ച് നീ ആലോചിക്കുക. ദിവസങ്ങളോ മാസങ്ങളോ ഇടവേളയില്ലാതെ എനിക്ക് എത്രയും വേഗം അങ്ങോട്ട് വരണം. എന്റെ തിരിച്ചുവരവ് ചെറുതല്ലാത്തൊരാഘാതം അർച്ചനയിലുണ്ടാക്കും. ആ ആഘാതത്തിൽ നിൽക്കുന്ന അർച്ചനയെ വേരോടെ പിഴുത് ദൂരേക്ക് എറിയണോ എനിക്ക്? അതുകൊണ്ട് നീ വേഗം എന്നെ തിരികെ വിളിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്ക്. അതൊക്കെ ഞാൻ ചെയ്തോളാം. ബാക്കിയൊക്കെ ഒന്ന് മാറ്റിവെക്ക്. എത്ര ദിവസമായി നമ്മളൊന്ന് മനസ്സറിഞ്ഞ് സംസാരിച്ചിട്ടും സന്തോഷിച്ചിട്ടും. എനിക്ക് നിന്നോട് കുറേ സമയം സംസാരിക്കാൻ തോന്നുന്നു. അതിനെന്താ, ഇന്ന് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാമല്ലോ. ഇന്നത്തെ എൻ്റെ മുഴുവൻ സമയവും ഞാൻ തനിക്ക് തന്നില്ലെങ്കിൽ പിന്നെ തന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? പറയാനുള്ളതെല്ലാം പറയ്. പിന്നെ ആദ്യമേ ഞാനൊരു കാര്യം പറയാം. നമ്മൾ തമ്മിൽ ഇപ്പോൾ സംസാരിക്കുന്നതിനിടയ്ക്ക് നീ മറ്റാരെയും നമുക്കിടയിലേക്ക് കൊണ്ടുവരരുത്. പ്രത്യേകിച്ചും ആ സ്നേഹം എന്ന് പറയുന്നവളെ. ഇല്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി.
അവന്തിക, ഞാൻ തന്നെ ഇപ്പൊ വിളിക്കാം. ഒരു അർജന്റ് കോൾ വരുന്നു. അതാരാ? എന്നെക്കാ വലിയ അർജന്റായിട്ട് വേറൊരാള്. അതൊക്കെ ഞാൻ പറയാം. അല്ല ധനുഷ്, അതാരാ? എന്റെ കോളിനേക്കാൾ അർജന്റായിട്ട് മറ്റൊരു കോള്. ഹലോ ഹലോ ധനുഷ്. എന്നാലും ധനുഷ് ഇവിടുന്ന് ഇറങ്ങി പോണ്ടായിരുന്നു. ഞാൻ ഉടനെ അവിടേക്ക് വരും. പെട്ടെന്ന് അങ്ങനെ തോന്നിയെങ്കിലും ഇപ്പൊ മനസ്സിലായി, തന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല എന്ന്. തന്നെ മറക്കാൻ എനിക്ക് പറ്റില്ലടോ. കുറെ നേരം നീ എന്നോടൊന്ന് സംസാരിക്കൂ. പിന്നെന്താ, സംസാരിക്കാലോ. നിന്നോട് സംസാരിക്കുമ്പോഴാ എനിക്ക് അല്പം ആശ്വാസം കിട്ടുന്നത്. ആ, തന്നോട് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ട് പിന്നെന്താ കാര്യം? എന്റെ ഏട്ടനും ഏട്ടത്തിയൊക്കെ ഓരോന്ന് ചെയ്തോണ്ടാ ധനുഷിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. അതിന് ഞാൻ ധനുഷിനോട് മാപ്പ് ചോദിക്കാം. അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഇനി നമ്മുടെ ഇഷ്ടത്തെ ഓർത്ത് ധനുഷ് എല്ലാം മറക്കണം. അച്ഛാ, അച്ഛനെന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഇവിടെ ഇരിക്കുമ്പോഴാ കുറച്ച് സമാധാനം കിട്ടുന്നത്. വീടിനകത്തിരിക്കുമ്പോൾ ഒരുതരം ശ്വാസം മുട്ടലാ. അതിന് കാരണം മനസമാധാനം ഇല്ലായ്മയും. ഒരു കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ അതിന് കാരണം അവിടെയുള്ള ആണുങ്ങൾ ശരിയല്ലെന്നാ. പ്രത്യേകിച്ചും ഗൃഹനാഥന്റെ തോൽവിയാണ് ഒരു കുടുംബത്തിന്റെ അടിത്തറ ഇളകാൻ കാരണം. ഇന്ന് ധനുഷ് ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് നീ പണ്ട് ഈ വീട് വിട്ടു പോയതായിരുന്നു. നിന്നെപ്പോലെ തന്നെ, അല്ലെങ്കിൽ നീ തന്നെ പോകുന്നത് പോലെ എനിക്ക് തോന്നിയെങ്കിൽ അതിനർത്ഥം എൻ്റെ ഒരു മോനെ പോലെ തന്നെ ഞാൻ ധനുഷിനെയും കണ്ടു തുടങ്ങിയെന്നാ. നീ പോയ അന്ന് രാത്രി ഞാൻ അനുഭവിച്ച അതേ വിഷമവും ദുഃഖവും വീർപ്പുമുട്ടലും ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നുണ്ട്. വർഷങ്ങളോളം എന്നെ പിന്തുടർന്ന ആ വീർപ്പുമുട്ടൽ മാറിയപ്പോൾ ഇപ്പൊ അതേ അവസ്ഥ മറ്റൊരു രൂപത്തിൽ എന്നെ പിന്തുടർന്ന് തുടങ്ങി എന്ന് തോന്നുന്നു. അച്ഛൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. പെട്ടെന്നൊരു ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി കുറേ വർഷം എല്ലാവരെയും വിഷമിപ്പിച്ചവനാ ഞാൻ. അതുപോലെ ധനുഷിൻ്റെ ഈ പോക്ക് ആർക്കും ഒരു തീരാവേദനയായി മാറാതെ ഞാൻ നോക്കിക്കോളാം അച്ഛാ. നാളെ തന്നെ ഞാൻ ധനുഷിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവനെയും വീട്ടുകാരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ധനുഷിനെ നാളെ തന്നെ തിരികെ കൂട്ടിക്കൊണ്ടുവരാം. അധികം വൈകാതെ ഒരു മുഹൂർത്തം നോക്കി അവരുടെ വിവാഹം നമുക്ക് തീരുമാനിക്കുകയും ചെയ്യാം. അച്ഛനൊരു തരത്തിലും അതോർത്ത് വിഷമിക്കരുത്. എൻ്റെ വിഷമം ഞാൻ കാര്യമാക്കുന്നില്ല. സ്നേഹയുടെ കാര്യമാണ് എന്നെ ഒലയ്ക്കുന്നത്.
സ്നേഹയുടെ ഇപ്പോഴത്തെ അവസ്ഥ പോലെ തന്നെയായിരുന്നു അന്ന് അവന്തികയുടെ അവസ്ഥയും. കൂടെ ജീവിക്കുന്നവൻ അകന്നു പോകുമ്പോൾ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അവര് പറയുന്നത് എന്താണെന്നറിയാൻ നീ ഒളിഞ്ഞു നിന്നിങ്ങനെ സമയം കളയണ്ട. അത് ഞാൻ പറഞ്ഞുതരാം. ധനുഷിനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണം. അതിനെപ്പറ്റിയാ ആ അച്ഛനും മോനും സംസാരിച്ചോണ്ടിരിക്കുന്നത്. പറഞ്ഞെന്നാ നന്നായി. ഇനിയും കേട്ട് സമയം കളയണ്ടല്ലോ. അതും ഒരിക്കലും നടക്കാത്തൊരു കാര്യത്തിന്. ആഹാ, നീ വെല്ലുവിളിച്ച് ഇപ്പോ ഈ വീട്ടിലുള്ള മുഴുവൻ പേരോടും ആയോ? ധനുഷിനെ തിരികെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം എന്റേതാണെങ്കിലും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നതേ നന്ദന. അപ്പോ നീ എതിർക്കുന്നത് നന്ദനെ. അതുകൊണ്ട് എനിക്കിപ്പോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ധനുഷിനെ കൊണ്ടുവരുന്നത് നീ തടയും. എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ഞാനും ഒപ്പിച്ചേരാം. അപ്പോഴല്ലേ കാണുന്നവർക്കൊരു ഹരം കയറും. നാളെ ഈ സമയത്ത് ധനുഷ് ഇവിടെ കാണും. സംശയമുണ്ടോ നിനക്ക്? ഇല്ല, ഒരു സംശയമില്ല. അത് നടക്കില്ല എന്ന് ബോധ്യമുള്ളിടത്ത് ഞാനെന്തിനാ സംശയിക്കുന്നത്? അർച്ചനെ ജയിച്ച ചരിത്രം അവന്തിയേക്കില്ല. ധനുഷ് നാളെ എന്നല്ല ഒരിക്കലും ഇവിടേക്ക് വരാൻ പോകുന്നില്ല. ഞാൻ അത്രയൊക്കെ എതിർത്തിട്ടും ധനുഷ് വന്ന പിന്നീട് അർച്ചനയ്ക്ക് അറിയാം എന്ത് വേണമെന്ന്. അതെ, എത്ര കേട്ടാലും പറഞ്ഞാലും അർച്ചനയ്ക്ക് മനസ്സിലാവില്ല അല്ലേ? ധനുഷ് വന്നാ പിന്നെ എന്ത് വേണമെന്ന് അർച്ചനയ്ക്ക് അറിയാം എന്നല്ലേ ഇപ്പൊ പറഞ്ഞു നിർത്തിയത്? എന്നാ അർച്ചന അത് ചെയ്യും. താൻ മാത്രമല്ല, തന്നെ സഹായിക്കുന്ന എല്ലാവരും കൂടി അതിന് ശ്രമിക്കും. നാളെ ധനുഷ് ഈ വീട്ടിലുണ്ടാവും. ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹം ഞാൻ ഉടനെ നടത്തുകയും ചെയ്യും. പുറത്ത് മനസ്സ് തകർന്ന ഒരാൾ ഇരിപ്പുണ്ട്, എന്റെ അച്ഛൻ. ആ അച്ഛന് വാക്ക് കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ വിവാഹം ഇനി തടയാൻ ആര് നോക്കിയാലും അത് നടത്തിയെടുക്കാൻ ഈ നന്ദനെ നന്നായിട്ട് അറിയാം. കൂടെ ഉള്ളവരോടും പറഞ്ഞേക്ക്. നീ ഇങ്ങനെ ഇറങ്ങി പോരണ്ടായിരുന്നു. ഇത്രയും നാളും ചെയ്തതെല്ലാം വെറുതെ ആയില്ലേ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ട് വേണ്ടേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ? ഇന്നലെ തന്നെ അവർ വന്ന് വിളിച്ചോണ്ട് പോകുമോ എന്ന് പറഞ്ഞല്ലേ നീ ഇരുന്നത്. എന്നിട്ട് എന്തായി? എടാ, ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് 2 വട്ടമെങ്കിലും ആലോചിക്കണമെന്ന് പറയുന്ന ഇതാ. ഡോ, നിർത്തിക്കോ. കൂടുതൽ എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. തന്റെ വർത്തമാനം കേട്ട തോന്നുമല്ലോ താനാ എന്റെ ഒറിജിനൽ തന്താന്ന്. മറ്റുള്ളവരുടെ മുമ്പിലുള്ള അഭിനയമൊക്കെ മതി. കൂടുതൽ ഉപദേശവും സ്നേഹമൊന്നും വേണ്ട, കേട്ടല്ലോ? ഇങ്ങനെ പറഞ്ഞതിൽ എന്താടാ തെറ്റ്? നമ്മൾ ഈ ചെയ്തതൊക്കെ എന്തിനായിരുന്നു? ഇതിപ്പോ ഒരു ഗുണവും ഇല്ലാതായില്ലേ? ദേ തള്ളേ, ഞാനിപ്പോ ഇങ്ങേരോട് പറഞ്ഞത് നിങ്ങളെയും ചേർത്താ. അധിക സ്നേഹവും വാത്സല്യമൊന്നും കാണിക്കണ്ട. തന്ന പൈസക്കുള്ളത് അഭിനയിച്ചാൽ മതി. കൂടുതൽ റിയാക്ഷൻ ഇട്ട് നഷ്ടത്തിൽ അഭിനയിക്കൊന്നും വേണ്ട. സംഭവം ഞങ്ങൾ അഭിനയിക്കാൻ വന്നതാ. എങ്കിലും നീ ഇങ്ങനെ വിഷമിച്ച് സമാധാനം ഇല്ലാതിരിക്കുന്ന കാണുമ്പോ ഞങ്ങൾക്കും വിഷമം തോന്നുന്നു. കുറച്ചു ദിവസമെങ്കിലും നീ ഞങ്ങളെ അച്ചാന്നോ അമ്മാന്ന് വിളിച്ചതല്ലേ? നിന്നെ അല്ലെങ്കിലും ഞാനും പ്രസവിച്ചതാ 2 എണ്ണത്തിനെ.
അതുകൊണ്ട് നീ ഇങ്ങനെ മതി, കൂടുതൽ കാട് കയറണ്ട. വന്നത് എന്ത് ജോലിക്കാണോ അത് മര്യാദക്ക് ചെയ്തു തീർത്ത് പറഞ്ഞ കാശും വാങ്ങി സ്ഥലം വിട്ടോണം രണ്ടാളും. അതിനപ്പുറത്തോട്ട് ഒരു സ്നേഹവും ആത്മബന്ധവും വേണ്ട. ഇനി ഉണ്ടായാലും അതെന്നോട് കാണിക്കണ്ട. ഉപയോഗത്തിനല്ലാതെ ഞാൻ ആരെയും കൂടെ നിർത്താറില്ല. ഞാൻ എന്നും എന്റെ സ്വന്തമെന്ന് കരുതിയിട്ടുള്ളത് ഒന്നിനെ മാത്രമാ, പണം. രക്തബന്ധത്തെ പോലും വാങ്ങാൻ കിട്ടുന്ന പണം. അതാണ് എന്റെ സ്വന്തവും സുഹൃത്തും ബന്ധവും ഒക്കെ. എന്റെ അവസ്ഥയോർത്ത് നിങ്ങൾ രണ്ടും ഇത്രയ്ക്ക് അങ്ങോട്ട് വിഷമിക്കണ്ട. ഈ അവസ്ഥ മാറ്റിമറിക്കാനുള്ള വണ്ടി ഇപ്പൊ ഇങ്ങെത്തും. വന്നിട്ടുണ്ട് ധനുഷിന്റെ തലവര മാറ്റിമറിക്കുന്ന വാഹനം. ദേ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നന്ദൻ ഒരു സംശയം തോന്നരുത്. വരൂ സർ. ആ, ഇരിക്കൂ മാഡം, ഇരിക്കൂ. ഞാൻ സാറിനെ അങ്ങോട്ട് വിളിക്കാൻ ഇരിക്കുകയായിരുന്നു. ഇന്നലെ വന്നപ്പോ മുതൽ ഇവ മുറിയടച്ച് ഒറ്റ ഇരിപ്പ. ഒന്നും കഴിച്ചതുമില്ല, ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. എന്ത് ചോദിച്ചാലും ദേഷ്യ. എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി ഇവൻ അവിടെ എന്തോ ഒപ്പിച്ചിട്ട് വന്നതാന്ന്. എന്താ സർ, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ ഇവൻ? ഏയ്, ധനുഷ് കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. ചില തെറ്റിദ്ധാരണകൾ, അത്രേ ഉള്ളൂ. ഓ, നമുക്ക് അല്പം മാറിയെന്ന് സംസാരിച്ചാലോ ധനുഷ്? ധനുഷിനറിയാലോ അവിടുത്തെ കാര്യം. പലരുടെയും സ്വഭാവം പലതാ. ഒരു പരിധിക്കപ്പുറം ഇടപെട്ട അത് കുടുംബത്തെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാ ഒരു വലിയ വഴക്കിലേക്ക് ഞാനിതിനെ കൊണ്ടുപോകാത്തത്. ഇനി ഇതുപോലെ ധനുഷിന് ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യവും അവിടെ ഉണ്ടാവത്തില്ല. അത് ഞാൻ ഉറപ്പ് തരുന്നു. ധനുഷിപ്പോ ഞങ്ങളോടൊപ്പം വരണം. ഒന്നും മനസ്സിൽ വയ്ക്കരുത്. സാറ് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. ഇതൊക്കെ ഓർത്താ ഞാൻ ഇത്രയും ദിവസം അവിടെ പിടിച്ചു നിന്നത്. അല്ലായിരുന്നെങ്കിൽ ഇതിനു മുന്നേ ഞാൻ അവിടെ നിന്ന് പോരേണ്ടതായിരുന്നു. നിങ്ങളോടൊക്കെ എന്നും എനിക്ക് സ്നേഹവും ബഹുമാനവും ഉള്ളൂ. ഞാൻ ഇനിയും അവിടെ നിന്ന് നിന്നാ അതുകൂടി നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് വരാതിരിക്കുന്നില്ല സർ നല്ലത്. ധനുഷിന്റെ ഉള്ളിലെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. ധനുഷിനെ മാത്രം സ്നേഹിച്ച ഒരാള് അവിടെ ഉണ്ട്. അവളെ ഓർത്തെങ്കിലും ധനുഷ് വരണം. അവളുടെ കാര്യം വലിയ കഷ്ടത്തിലാ. അതുപോലെ അച്ഛൻ്റെ. അവരെന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല. ഇതൊക്കെ ധനുഷിൻ്റെ അച്ഛനും അമ്മയും കേൾക്കണ്ടെന്ന് കരുതിയാ മാറി നിൽക്കാന്ന് പറഞ്ഞത്. ആ പാവങ്ങളെ കൂടി വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നൊരു ഉറപ്പ് മാത്രമേ എനിക്ക് ധനുഷിന് തരാൻ കഴിയൂ. ഇനിയും എല്ലാം അറിയാവുന്ന ധനുഷിന്റെ തീരുമാനം ഞങ്ങളോടൊപ്പം വരുന്നില്ല എന്നാണെങ്കിൽ
ഇനി എനിക്കൊന്നും പറയാനില്ല. ധനുഷിൻ്റെ തീരുമാനം ഞാൻ അച്ഛനെ സ്നേഹി അറിയിക്കാം. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം.